ഹരിതചിന്തകൾ, പരിസ്ഥിതി വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ആകാശവാണി കവരത്തിയുടെ ഹരിതചിന്തകൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ആകാശവാണി കവരത്തി ഹരിതചിന്തകൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പരിമിതമായ സ്ഥലത്ത് പോലും പ്രകൃതിയോട് ചേർന്ന് പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും കൃഷി ചെയ്ത് മികച്ച മാതൃക സൃഷ്ടിക്കാനാകുമെന്ന് തെളിയിക്കുന്നതാണ് ടെറസ് കൃഷി. സ്വന്തം ആവശ്യത്തിനുള്ള വിഷരഹിതമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിനൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിനും ആരോഗ്യകരമായ ജീവിതശൈലി വളർത്തുന്നതിനും ടെറസ് കൃഷി വലിയ പങ്കുവഹിക്കുന്നു. ഇന്നത്തെ ഹരിതചിന്തകൾ എന്ന പരിപാടിയിൽ കവരത്തിയിൽ വിജയകരമായ ടെറസ് കൃഷി ചെയ്യുന്ന ശ്രീ നൌഷാദ് നമ്മോടൊപ്പമുണ്ട്. ടെറസ് കൃഷിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര, അനുഭവങ്ങൾ, വെല്ലുവിളികൾ, വിജയങ്ങൾ, കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന നിർദ്ദേശങ്ങൾ എന്നിവ അദ്ദേഹം ഈ പരിപാടിയിലൂടെ നമുക്കായി പങ്കുവെക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ നൌഷാദിൻ്റെ ടെറസ് കൃഷിയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ കേട്ടല്ലോ. ഇന്ന് നമുക്ക് നൌഷാദിൻ്റെ ടെറസ് കൃഷിയുടെ അനുഭവങ്ങൾ തുടർന്ന് കേൾക്കാം. ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രം എടുത്തിട്ട് ബാക്കി വരുന്ന പച്ചക്കറികൾ പുറത്ത് കൊടുക്കാറുണ്ട്. അതിൽ വിൽപ്പനയായിട്ട് നടത്തുന്നുണ്ടോ അതോ നമ്മുടെ കുടുംബക്കാർക്കോ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്? എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യുന്നത് ഒരു വരുമാന മാർഗം ഇതുവരെ കണ്ടിട്ടില്ല. നമുക്ക് ഒരു വീട്ടിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞാൽ അയൽവാസികൾക്ക് കൊടുക്കും, പിന്നെ ഫ്രണ്ട്സിന് ഇതൊക്കെ ചോദിക്കലുണ്ടോ എന്തെങ്കിലും ഉണ്ടോ, അപ്പോൾ അവർക്കും കൊടുക്കും, പിന്നെ ബന്ധുക്കൾക്കും കൊടുക്കാറുണ്ട്. അപ്പോൾ നല്ലൊരു കാര്യം തന്നെയാണല്ലോ. അതെ, തീർച്ചയായിട്ടും. കൃഷി ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും സന്തോഷപരമായിട്ട് എന്തെങ്കിലും? തീർച്ചയായിട്ടും. നമ്മൾക്ക് മാനസികമായിട്ടുള്ള സ്ട്രെസ് എല്ലാം ഒഴിവാക്കിയിട്ട് നമുക്കൊരു ദിവസം എണീക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ അടുത്ത് പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും നല്ലൊരു ഹാപ്പിനെസ്സാണ് അവിടെ ഉണ്ടാവുക. നമുക്ക് ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ടെൻഷനാകുമ്പോൾ ഇതിൻ്റെ അടുത്ത് പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു നമുക്ക് മൈൻഡൊന്ന് ഫ്രീ റിലാക്സ് ആവും. ഭാവിയിൽ ടെറസ് കൃഷിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പദ്ധതികൾ എന്തൊക്കെയാണ്? ഒരു അക്വാപോണിക്സ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു കൃഷി രീതിയുണ്ട്. അതിൽ രണ്ട് നമുക്ക് പച്ചക്കറിയും ഉൽപ്പാദിക്കാൻ സാധിക്കും, പിന്നെ ഫിഷ് കൊണ്ടാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു ബേസ് ഉണ്ട്, ഒരു 5 ബക്കറ്റ് മതി നമുക്ക് കൃഷി ഉണ്ടാക്കാൻ, പിന്നെ ഒരു 500 ലിറ്ററിൻ്റെ ഒരു വാട്ടർ ടാങ്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കൃഷിയാണ് അവിടെ നടക്കുന്നത്. ഒന്ന് ഫിഷും ഒന്ന് പച്ചക്കറിയുണ്ട്. ഇതിൽ മണ്ണില്ല എന്നാണ് ഏറ്റവും ഭയങ്കര ഒരു കാര്യം. ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് ചെരൽ അല്ലെങ്കിൽ ക്ലേ ബോൾസ് ആണ്. അപ്പോൾ ഇതിൽ പിന്നെ പമ്പ്, ഈ 3 സാധനങ്ങളാണ് ഇതിൽ വേണ്ടത്. അപ്പോൾ അത് ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിജയകരമാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും വിജയകരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ വേറെ എന്തെങ്കിലും? പിന്നെ നമുക്ക് ഉള്ളത്, അത് നമുക്ക് കുറച്ച് സ്ഥലമാണെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വെർട്ടിക്കൽ ഗാർഡനിലൂടെ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് ഒരു വാൾ ഉണ്ടായാലും മതി, ഒരു വാൾ സ്പേസ് ഉണ്ടായാലും മതി, അത് വെർട്ടിക്കൽ ഗാർഡനായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലൂടെ നമുക്ക് സ്പേസസും കുറയ്ക്കാൻ പറ്റും. കുറച്ച് അധികം തൈകളും ഉണ്ടാക്കാൻ പറ്റും, പച്ചക്കറികളും ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് സമയം ലാഭമാണ്. വെള്ളം അധികമായിട്ട് ഉപയോഗിക്കാത്ത രീതിയിലാണ് ഈ വെർട്ടിക്കൽ ഗാർഡൻ ഉള്ളത്. പിന്നെ ഇപ്പോൾ ടെറസ് കൃഷി അല്ലാണ്ട് ഈ പച്ചക്കറിയും ഫ്രൂട്ട്സും അല്ലാണ്ട് വേറെ എന്തൊക്കെ ചെയ്യാറുണ്ട്? വീട്ടിൽ കുറച്ച് കോഴികളും താറാവുകളും പിന്നെ പശു, ആടെല്ലാം ഉണ്ട്. അതിലൂടെയെല്ലാം ഇപ്പോൾ കുറച്ച് വരുമാനങ്ങളൊക്കെ ഉണ്ടാക്കി സാധിക്കുന്നുണ്ട്. പശുവിൻ്റെ പാലൊക്കെ വിൽപ്പന നടത്താറ്? അതെ. ഒരു 2 പശു ഉണ്ട് വീട്ടിൽ. അപ്പോൾ കുറച്ച് ഇതൊക്കെ കിട്ടാറുണ്ട് വരുമാനം. ഇതിനിപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനുള്ള മെഡിസിൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നല്ല രീതിയിൽ കിട്ടാറുണ്ടോ? തീർച്ചയായിട്ടും. അവർ ഫാമിങ്ങിലെ ആൾക്കാർ വന്നിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാറുണ്ട്. വിളിച്ചാൽ അവർ വന്നിട്ട് എല്ലാം ചെയ്തു തരാറുണ്ട്. കൂടുതൽ മെഡിസിൻ പുറത്തുനിന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത്, കൊച്ചിയിൽ നിന്ന് വഴിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനുള്ള സൗകര്യമൊക്കെ വീട്ടിൽ ചെയ്തിട്ടുണ്ടോ? അതെ, തീർച്ചയായിട്ടും. വെള്ളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് ഏതെങ്കിലും ഒരു ടൈം കണ്ടെത്തുമല്ലോ, അതായത് രാവിലെയും വൈകുന്നേരം ആയിരിക്കുമല്ലോ, അതെങ്ങനെയാണെന്ന് പറയാമോ? വെള്ളം കൊടുക്കുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സമയം രാവിലെ കൊടുക്കുന്നതായിരിക്കും. കാരണം നമ്മൾക്ക് ചൂട് വരുന്നത് ഉച്ച സമയത്ത് ഭയങ്കരമായിട്ടുള്ള ചൂടാണ്. കാരണം ബാർപ്പിൻ്റെ ചൂടും പിന്നെ സൂര്യത്തിൻ്റെയും ഡയറക്റ്റുള്ള വെയിലും അവർ ഭയങ്കര ശക്തമായ ചൂടാകും. അപ്പോൾ രാവിലെ കൊടുക്കാൻ ശ്രമിക്കുക. വൈകുന്നേരം നമുക്ക് ടൈമില്ലെങ്കിൽ വൈകുന്നേരം 2 നേരം നല്ല ചൂടിപ്പോൾ 2 നേരം നൽകണം. പക്ഷേ
രാവിലെയാണ് ബെറ്റർ ആയിട്ടുള്ളൊരു സമയം വെള്ളം. രാവിലെ ഏകദേശം നേരത്തെ ആണോ എങ്ങനെ? ഒരു 6:30-7 മണി സമയത്ത് കൊടുത്താലും മതി. ഒരു വെയിൽ ഉദിക്കുന്നതിന് മുമ്പ് കൊടുത്താലും നല്ലൊരു ഇതാണ്. ഇപ്പോൾ പറയുന്ന കേൾക്കുന്ന വിത്തുകൾ നടുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് നഴ്സറി ഇതൊക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ടൈമിൽ ഇപ്പോൾ രാവിലെ ആയിരിക്കണം ഇങ്ങനെ വെക്കേണ്ടത്, അല്ലെങ്കിൽ ഓരോ ദിവസങ്ങൾ അങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. ചിലർ പറയുന്നുണ്ട് ഞായറാഴ്ച സമയങ്ങളിൽ തൈകളൊക്കെ നടുന്നത് നല്ലൊരു ഇതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതിൽ നല്ലൊരു ഇത് കാണുന്നുണ്ട്. അത് നല്ലൊരു ഇതായിട്ട് ഞാൻ തോന്നി. ഞാൻ അത് ശ്രമിച്ച് നോക്കി. പക്ഷെ നല്ലൊരു ഏതെങ്കിലും ടൈം ഉണ്ടാവില്ല. രാവിലെ നടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ വൈകുന്നേരം നടുന്നതാണ്. രാവിലെ നടുമ്പോൾ നമുക്ക് ഗ്രീൻ നെറ്റിൻ്റെ അടിയിലൊക്കെ വെക്കണം. പക്ഷെ വൈകുന്നേരം ആവുമ്പോൾ പിന്നെ പ്രശ്നമില്ല, രാവിലെ ആകുമ്പോഴത്തേക്ക് അത് സെറ്റാവും. നൗഷാദ് ടെറസിൽ മാത്രമാണോ കൃഷി ചെയ്യുന്നത്? ഇല്ല, നമ്മുടെ ടെറസിൽ മാത്രമല്ല വീട്ടുവളപ്പിലും ചെയ്യാറുണ്ട് കൃഷി. കൂടുതലും ഫ്രൂട്ട്സുകളാണ് വീട്ടുവളപ്പിൽ ചെയ്യാറുള്ളത്. പിന്നെ ഒരു പ്രധാന ഘടകം എന്ന് വെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തിൽ കൃഷി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫലം തിരിച്ചറിയാൻ പറ്റും. കോളിഫ്ലവർ, ക്യാബേജ് അങ്ങനെയുള്ളതൊക്കെ അധികം വെയിൽ കൊള്ളാൻ പാടില്ലെന്ന് പറയുന്നത് അത് ശരിയാണ്. ശീതകാല പച്ചക്കറികളല്ലേ അതെല്ലാം. അത് കുറച്ച് ഷെയ്ഡിലൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. കാരണം അത് തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് അധികം ഉണ്ടാവല്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതുണ്ടാവും. അപ്പോൾ അതിലൊരു ഷെയ്ഡ് അല്ലെങ്കിൽ ഗ്രീൻ നെറ്റ് ഇട്ടിട്ടൊക്കെ ചെയ്യുന്നതാണ് ബെറ്റർ. ഉണ്ടോ വീട്ടിലുണ്ടോ? വീട്ടിൽ 2 പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്. മുന്തിരി കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് മറ്റുള്ള ഫ്രൂട്ട്സ് കൃഷി ചെയ്യുന്ന പോലെ തന്നെയാണോ അതോ എന്തെങ്കിലും വ്യത്യസ്തമായ രീതിയിലാണോ ചെയ്യുന്നത്? മുന്തിരിക്ക് ആവശ്യമായതെന്ന് വെച്ചാൽ വെള്ളം ധാരാളം ലഭ്യത കൂട്ടേണ്ട ഒരു കാര്യമാണ്. പിന്നെ നല്ല ചൂടും വേണം ഇതിന്. പിന്നെ ഇതിന് കൊടുക്കുന്ന വളം എന്ന് വെച്ചാൽ നമ്മുടെ ആട്ടിൻ കാസ്റ്റാണ്. ആട്ടിൻ കാസ്റ്റ് ബെസ്റ്റാണ് നമ്മുടെ ഈ മുന്തിരിക്ക് കൊടുക്കുന്ന ഒരു വളം. മാക്സിമം ഇതിൽ നമ്മുടെ ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ ഗ്രീൻ നെറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പം നല്ല കീടശല്യങ്ങൾ ഭയങ്കരമായിട്ട് കുറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ഗ്രീൻ നെറ്റ് ഇട്ട് ചെയ്യുമ്പോൾ. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാണ്ട് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കാണാറുണ്ട്. ഇപ്പം നേഴ്സറികൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് വീട്ടിൽ? നമ്മുടെ വീട്ടിൽ നേഴ്സറികൾ തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണ് നമ്മൾ ചെയ്യുന്നത് നേഴ്സറി. ഒരു ഗ്ലാസ്സിൽ ഒരു വിത്ത് എന്ന രീതിയിലാണ് നമ്മൾ ഇടേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ എല്ലാം കൂടി ഇടുമ്പോൾ മറ്റുള്ള ഇതിൽ ചിലപ്പോൾ ഫംഗസ് കൂടിയ ഇനം വിത്തുകളുണ്ടാകും. അപ്പോൾ മറ്റ് നല്ല വിത്തിലേക്ക് അത് ബാധിക്കും. അപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓരോ ഇതിൽ ചെയ്യുന്നതാണ് ബെറ്റർ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ചയോളം എടുക്കും. ഒരു ക്ഷമ വേണം ഇതിൽ. കൃഷിയിൽ ക്ഷമ ഒരു ഘട്ടമാണ്. നമ്മൾ നട്ടാൽ പിറ്റേ ദിവസം കായ്ക്കും കായഫലം തരുന്ന ഒരു ഇതില്ല കൃഷി. ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ക്ഷമയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ പറഞ്ഞു വന്നത് ഒരു 2 ആഴ്ചയാണ് ഇതിൻ്റെ മുള പൊട്ടാനുള്ള സമയം ചില വിത്തുകൾ എടുക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു വളർന്നു വന്നിട്ട് ഒരു 4-5 ഇല ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇത് പറിച്ച് നട്ടതിന് ശേഷം പോട്ടി മിക്സിൽ സെറ്റ് ചെയ്തിട്ട് ഒരാഴ്ചയോളം നമ്മൾ ഷെയ്ഡിൽ വെക്കാൻ ശ്രമിക്കുക. പിന്നെ അത് കുറച്ച് അതൊക്കെ വെയിലൊക്കെ പിടിക്കുമ്പോൾ അവിടെ ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ അത് സെറ്റ് ആയിക്കോളും. അപ്പോൾ നമ്മുടെ കൂട്ടുകളായിട്ടുള്ളത് ഈ വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ എല്ലുപൊടി, ചാണകം, ഈ 3 ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പോട്ടി മിക്സായിട്ട്. ഇനി വീട്ടുവളപ്പിൽ കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന മറ്റാളുകളോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും ഒരു തൈ 2 തൈ വെച്ചൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ അറിയാൻ പറ്റും നമുക്കുണ്ടാകുന്ന മാറ്റങ്ങളും നമ്മൾ എന്തൊക്കെ ഇതിലൂടെയാണ് ടെൻഷനിലൂടെ പോകുന്നുണ്ടെങ്കിലും അതൊക്കെ മാറ്റി നിർത്തി ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്ത് എത്രയോ വാല്യൂ നമ്മൾ കൊടുത്ത് ഇതിലോട്ട് തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പഴയ കാര്യങ്ങളൊക്കെ മറക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികളും തിന്നാൻ സാധിക്കുന്നുണ്ട്. അതിലൂടെ ഭയങ്കരമായിട്ടുള്ള സന്തോഷം എല്ലാം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് ഇതിലൂടെ. നമ്മുടെ ഈ ലക്ഷദ്വീപിലെ വീടുകളിൽ കൂടുതൽ പേര് വീട്ടുകൃഷിയിലേക്ക് വരണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ടെറസ് കൃഷി ഒരു ഭയങ്കരമായിട്ടുള്ള ഇത് തന്നെയാണ്, ഒരു മെയിൻ ഘടകം തന്നെയാണ്. അപ്പോൾ അതിൽ കുറച്ച് ഭവിഷ്യത്തുകളൊക്കെ ഉണ്ട്. നമ്മുടെ ലീക്കേജും പ്രശ്നങ്ങളൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വീട്ടിൽ മുകളിൽ വെച്ചാൽ ലീക്കേജ് വരും, അങ്ങനെയൊക്കെ. അതിന് കുറച്ച് അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യം. അതന്നെ, അതൊരു ഭയങ്കര ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചിരട്ട ഉണ്ടല്ലോ, ചിരട്ട നമ്മുടെ ഗ്രോ ബാഗിലാണ് അധികം ചെയ്യല്. അപ്പോൾ ഒരു 4 ചിരട്ട വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചോ ഗ്രോ ബാഗ്. അപ്പോൾ നമ്മൾ ഡ്രൈ ഇപ്പം എല്ലാ ദിവസവും നമ്മൾ വെള്ളം അടിക്കുമ്പോഴും ഡ്രൈ ആവും, താഴെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഡയറക്റ്റ് നമ്മുടെ ഗ്രോ ബാഗ് വയ്ക്കുമ്പോൾ എപ്പോഴും ഈർപ്പം ഉണ്ടാവും, അപ്പോൾ ലീക്കേജ് വരാൻ സാധ്യതയുണ്ട്. കൂടുതൽ ഇങ്ങനെ എന്തെങ്കിലും അടിയിൽ വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി നൗഷാദിന് എന്താണ് പറയാനുള്ളത്? എന്താണെന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും ഈ കൃഷിയിലേക്ക് വന്ന്
എത്തി നോക്കുക. അപ്പോൾ അതിന് അറിയാൻ പറ്റും നമുക്ക് നമ്മുടെ ആ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഇതിലൂടെ ഒന്ന് സോൾവ് ആവുന്നതും കാണാൻ സാധിക്കും നമ്മൾക്ക് തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. അപ്പോൾ ഇത്രയും വിലപ്പെട്ട അറിവുകൾ അനുഭവങ്ങളും പങ്കുവെച്ച നൗഷാദിന് ആകാശവാണി കവരത്തി നിലയത്തിൻ്റെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. പ്രിയ ശ്രോതാക്കളെ, കവരത്തിയിൽ ടെറസ് കൃഷിയിലൂടെ മികച്ച മാതൃക സൃഷ്ടിച്ച ശ്രീ നൗഷാദിന്റെ അനുഭവങ്ങളും വിലപ്പെട്ട നിർദ്ദേശങ്ങളും നമുക്ക് ഇന്ന് കേൾക്കാനായി. പരിമിതമായ സ്ഥലത്ത് പോലും മനസ്സുണ്ടെങ്കിൽ കൃഷി വിജയകരമായി ചെയ്യാമെന്ന സന്ദേശമാണ് ഈ സംഭാഷണം നമുക്ക് നൽകുന്നത്. ഈ അനുഭവങ്ങൾ നിങ്ങളെയും സ്വന്തം വീടുകളിൽ ചെറിയ രീതിയിലെങ്കിലും കൃഷി ആരംഭിക്കാൻ പ്രചോദനം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ഹരിതചിന്തകൾ പരിപാടി ഇവിടെ സമാപിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് സബീന ബി, കീളാസുറാമ്പി. ഏവർക്കും നന്ദി, നമസ്കാരം. ഹരിതചിന്തകൾ പരിസ്ഥിതി വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി.